ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതും 1995 വിറ്റുപേർ നടത്തിയൊരു ബൈബിൾ ക്ലാസ്സാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടു എങ്ങനെയാണ് നമുക്ക് സ്വർഗരാജ്യത്തിൽ ഇടിച്ചു കയറുക, അഥവാ സ്വർഗരാജ്യത്തിൽ ബലം പ്രയോഗിച്ച് കയറുവാൻ സാധിക്കുക. എളിമപ്പെടലിലൂടെ നമുക്കെങ്ങനെ ഈശോയെ സ്വന്തമാക്കാൻ സാധിക്കും, നിത്യജീവന അവകാശികളാക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രവിക്കുകയായിരുന്നു. നമ്മൾ കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ എങ്ങനെയുള്ള ഒരു ഹൃദയത്തിലാണ് നമ്മൾ ആ വചനത്തെ സ്വീകരിക്കേണ്ടതെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിൽ 15-16 തിരുവചനത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. അത്യുന്നതനും മഹത്വപൂർണനും അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവനായവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനിതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. ഈശോ വസിക്കുന്ന ഹൃദയം, ഈശോ വസിക്കുന്ന സ്ഥലം എവിടെയാണ്? അനിതാപികളുടെ ഹൃദയവും വിനീതരുടെ ആത്മാവുമാണ്. ദൈവം ഒരിക്കലും മുഖം നോക്കുന്നവനല്ല. 1 സാമുവേൽ 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ സാമുവേൽ അഭിഷിക്തരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ജെസ്സിയുടെ പുത്രന്മാർ പലരും ജെസ്സിയുടെ അടുക്കൽ വരികയാണ്. അപ്പോൾ ഓരോരുത്തരെയൊക്കെ കണ്ടപ്പോഴും സാമുവേൽ വിചാരിച്ചു, ഇതാണ് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന്. അപ്പോൾ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. 1 സാമുവേൽ 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ അതിൽ പറയാണ്, മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയ ഭാവത്തിൽ. കർത്താവ് നമ്മുടെ എന്താണ് നോക്കുന്നത്? ഹൃദയത്തിൻ്റെ ഭാവം അഥവാ ഹൃദയത്തിൻ്റെ നിയോഗം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ എത്ര നിയോഗശുദ്ധി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ധ്യാനിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 36-ാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോഴും ജീവിതാന്ത്യത്തെ പറ്റി ഓർക്കുക, എന്നാൽ നീ പാപം ചെയ്യുകയില്ല. അപ്പോൾ നമ്മുടെ പ്രവൃത്തികളിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ചലനങ്ങൾ, ഹൃദയത്തിൻ്റെ ഭാവമാറ്റങ്ങൾ, നിയോഗങ്ങൾ, ഇവയിലെല്ലാം ശുദ്ധി ചെയ്യപ്പെട്ടു വരുമ്പോഴാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളാലും അവിടെ നമ്മളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് വിവേകത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആലോചനയുടെയും എല്ലാം ആത്മാവ് നമ്മളിലേക്ക് വർഷിക്കപ്പെടുത്തിയ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-3 തിരുവചനത്തിൽ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ആലോചിച്ച് വിവേചിച്ച് ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ അവിടെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുകയാണ്. അവിടെ ഈശോ വന്ന് വാസമുറപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 2-3 തിരുവചനത്തിൽ പറയാണ്, കല്ലുകൾക്കിടയിൽ കുറ്റി ഉറപ്പിച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 27-ാം അധ്യായം 2-4 വരെയുള്ള തിരുവചനത്തിൽ എന്താ പറയുക? ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കുന്നു. നമ്മുടെ ഹൃദയ ഭാവത്തിൽ, ഹൃദയത്തിൻ്റെ നിയോഗത്തിൽ ഒക്കെ നന്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ട്. എവിടെ നന്മയുണ്ടോ അവിടെ ദൈവമുണ്ട്. വിശുദ്ധർക്കൊക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എവിടെ നന്മയുണ്ടോ അവിടെ ദൈവിക ചൈതന്യമുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ഇതിൽ പറയാണ്, കല്ലുകൾക്കിടയിൽ കുറ്റി ഉറപ്പിച്ചിരിക്കുന്നത് പോലെ ക്രയാവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു. നമ്മൾ ബിസിനസ് മൈൻഡോടെ, അതുപോലെ തന്നെ നമ്മുടെ പാപത്തിൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി, അതിയായ ധനമോഹത്തിന് വേണ്ടി ഒക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ പാപം മുളയെടുക്കുകയാണ്. ക്രയാവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു. അപ്പോൾ ഓരോ കാര്യത്തിലും നമ്മൾ ചിന്തയിൽ വിശുദ്ധി പാലിക്കണം. നമ്മുടെ നിയോഗത്തിൽ വിശുദ്ധി ഉണ്ടാവണം. 2 കൊരിന്തോസ് 11-ാം അധ്യായത്തിൽ 3-4 തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്,
സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകളെ ക്രിസ്തുവിലുള്ള വിശുദ്ധിയിൽ നിന്നും ലാളിത്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആരെയാണ്? നമ്മളുടെ ചിന്തകളെ ക്രിസ്തുവിലുള്ള വിശുദ്ധിയിൽ നിന്നും ലാളിത്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമുക്കറിയാം, വിശുദ്ധരൊക്കെ എന്തിനാണ് ഈ കൂടെ കുമ്പസാരിക്കുക? അവരുടെ ചിന്തയിൽ പോലും മാലിന്യം തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി അവർ എപ്പോഴും വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈശോയെ സ്വന്തമാക്കിയാൽ നമ്മളുടെ ജീവിതം എപ്പോഴും എന്താണ്? വിശുദ്ധീകരിക്കപ്പെടുന്ന പ്രക്രിയയിലാണ്. നമ്മുടെ ജീവിതം ഒരു ദിവസം കൊണ്ട് മാറുന്നതല്ല. വർഷങ്ങൾ കൊണ്ട് കർത്താവ് വെട്ടി ഒരുക്കിയെങ്കിൽ മാത്രമേ അത് വിശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ. ഒരു വിശുദ്ധൻ പറഞ്ഞതാണ്, പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോ ദിവസവും കൊത്തി മിനുസമുള്ള മരമാക്കി മാറ്റും, ഏറ്റവും ഉപയോഗപ്രദമായ പാത്രമാക്കി മാറ്റും. അതാണ് നമ്മുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുക. അപ്പോൾ നമ്മുടെ ആ വിശുദ്ധീകരണത്തിന് നമ്മളും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിന്നു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഈശോയുടെ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുക. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കർത്താവിൻ്റെ ഈ ഓരോ വചനങ്ങളും നിമിത്തം നമ്മൾ ശുദ്ധിയുള്ളവരാകുകയാണ്. നമ്മൾ ഈ വചനം അനുസരിക്കുമ്പോൾ, ഈ ദൈവവചനത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, ഈ ദൈവവചനത്തെ നമ്മുടെ വഴികാട്ടിയായിട്ട് നമ്മൾ മാറ്റുമ്പോൾ എന്താണ്? നമ്മളും ഈശോയോട് കൂടെ ഒന്നായിത്തീരുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ ഈശോ പറയുകയാണ്, ഞാനും പിതാവും ഒന്നാണ്. പിതാവായ ദൈവവും ഈശോയുമായിട്ട് ഒന്നാണ് എന്ന് ഈശോ പറയണമെങ്കിൽ എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഹൃദയത്തിൽ, ദൈവപുത്രനായ ഈശോ, മനുഷ്യാവതാരം ചെയ്ത ഈശോ ഭൂമിയിലായിരുന്ന സമയത്തും പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പറയുക, ഞാനും പിതാവും ഒന്നാണ്. പിതാവിനോടും ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, അങ്ങയുടെ വചനത്താൽ എന്നെ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണല്ലോ സത്യം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ഈശോ വെളിപ്പെടുത്തുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോയെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടി ഈശോ അവിടുത്തെ തന്നെ വിശുദ്ധീകരിക്കുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, അവിടുത്തെ വചനമാണല്ലോ സത്യം. ആ ദൈവവചനം, ദൈവത്തിൻ്റെ രഹസ്യം മുഴുവൻ ഈ ദൈവിക വചനത്തിൽ ഉൾക്കൊള്ളുന്നു. ഈ വചനത്തെ നമ്മൾ ഉൾക്കൊണ്ട് സ്വീകരിക്കുമ്പോൾ ഈശോയെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിൽ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുക. വചനം ദൈവമായിരുന്നു. ഈ വചനത്താലാണ് സകലതും വിശുദ്ധീകരിക്കപ്പെട്ടത്, സകലതും സൃഷ്ടിക്കപ്പെട്ടത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 തൊട്ട് 15 വരെയുള്ള തിരുവചനത്തിലൊക്കെ കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ദൈവിക പ്രവർത്തനങ്ങൾ രൂപം കൊള്ളുകയാണ്. അപ്പോൾ നമ്മൾ കേൾക്കുകയായിരുന്നു. വിറ്റുപേറിൻ്റെ ആധ്യാത്മീയ പ്രബോധനത്തിൽ നമ്മൾ അനേക ആത്മീയ രഹസ്യങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് വിറ്റുപേറിൻ്റെ ആധ്യാത്മീയ പ്രബോധനം എന്ന പുസ്തകത്തിലെ 88-ാമത്തെ പേജാണ് നമ്മൾ വായിക്കുക. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, സ്വർഗരാജ്യത്തിൽ ഇടിച്ചു കയറണം എങ്കിലേ നമ്മൾ കൃപയിൽ വരികയുള്ളൂ. അതിനുശേഷം ഒരു വലിയ ആത്മീയ രഹസ്യം ബ്രദർ പറയുന്നുണ്ട്. എല്ലാ ആഴ്ചയിലും പ്രാർത്ഥനയ്ക്ക് വരെയും നമുക്ക് ആരെയും മാനസാന്തരപ്പെടുത്തുവാൻ സാധിക്കില്ല. കാരണം എന്താണ്? നമ്മളിൽ മാനസാന്തരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ഈശോയിലേക്ക് ആനയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കൃപയിലാണെങ്കിൽ, ഈശോ നമ്മളിൽ ഉണ്ട് എങ്കിൽ ബ്രദർ പറയുകയാണ്, ഒന്ന് കൈവച്ച് പ്രാർത്ഥിച്ചാൽ മതി, അവർക്ക് മാനസാന്തരം ലഭിക്കും. ഈ കൈവപ്പ് ശുശ്രൂഷയെക്കുറിച്ചൊക്കെ നമ്മൾ മറ്റൊരു സീരിയലിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവിക ശക്തി ഉൾക്കൊള്ളുന്നതാണ്. ആർക്കാണ് കർത്താവ് ഈ കൈവപ്പിൻ്റെ കൃപാവരം നൽകുക? കൈവപ്പിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ്? സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവിനെയാണ്. നമ്മളിൽ മാനസാന്തരം സംഭവിച്ച് കർത്താവിൻ്റെ അഭിഷേകം നമ്മളിൽ വന്നതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ്
ആ മാനസാന്തരത്തിൻ്റെ കൃപാവരം കർത്താവ് വർഷിക്കുക. നമ്മളിൽ മാനസാന്തരം സംഭവിച്ചില്ല എങ്കിൽ മറ്റുള്ളവർക്കും അത് സംഭവിക്കുകയില്ല. സുഭാഷിതത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വചനം അനുസരിക്കുന്നവൻ്റെ വാക്ക് നിലനിൽക്കും. നമ്മൾ ഈശോയുടെ വചനം അനുസരിക്കുകയാണെങ്കിൽ ആ വാക്കുകൾ, ആ വചനങ്ങൾ നിലനിൽക്കും. ആ വചനം അനേകരിൽ മാംസമാകും. നമ്മൾ നാവിനെ നിയന്ത്രിച്ച് വിശുദ്ധി പാലിച്ചിട്ട് മറ്റുള്ളവരോട് വിശുദ്ധി പാലിക്കാൻ പറയുമ്പോൾ, നാവിനെ നിയന്ത്രിക്കാൻ നമ്മൾ പറയുമ്പോൾ അവർക്ക് നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന എപ്പോഴാണ്? നമ്മൾ വിശുദ്ധി പാലിച്ചു കഴിയുമ്പോൾ. അപ്പോൾ ഈശോ സമരിയാക്കാരിയോട് പറഞ്ഞത്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നു എങ്കിൽ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാം തിരുവചനം. ദൈവത്തിൻ്റെ ദാനങ്ങളെല്ലാം ദൈവം തരും. റോമ 8:5-13 വരെ. ഇത് ഒരു പ്രത്യേക വചനമാണ്. നമ്മളിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾ കുറച്ചുനാൾ വചനം കേൾക്കുവാൻ വരാതിരുന്നിട്ട് വീണ്ടും വന്നാൽ നിങ്ങളുടെ ആത്മാവ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. ഇത് ഒരു ആത്മീയ രഹസ്യമാണ്. കൊളോസസ് 3:1-4 വരെ, റോമ 8:13 വാക്യം. ആത്മാവും ജഡവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇതിലെന്താ പറയുക? ദൈവത്തിൻ്റെ ദാനങ്ങളെല്ലാം ദൈവം തരും. ഈശോ സമരിയാക്കാരോട് ചോദിക്കുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ആ ഈശോയെ നമ്മൾ അറിഞ്ഞിരുന്നു എങ്കിൽ, അതുകൊണ്ടാണ് നമുക്ക് ഈ വചന ക്ലാസ്സുകൾ, പരിശുദ്ധ കൂദാശകൾ, നമുക്ക് അനേക സഭയിലൂടെ അനേക കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്ന എന്തിനാണ്? ഈ ഈശോയെ അനുഭവിക്കുവാൻ, ഈശോയെ അറിയുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, മധ്യസ്ഥ പ്രാർത്ഥന ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഈശോയെ അറിയുവാനുള്ള ഒരു ഹൃദയം, ഒരു തീഷ്ണത, ഒരു വിചാരം, ദൈവത്തെക്കുറിച്ച് ഒരു ഓർമ്മ ഒക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുക. ആരെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ, മധ്യസ്ഥം വഹിക്കുമ്പോൾ ഒക്കെ നമ്മളിൽ എന്താ സംഭവിക്കുക? ഈശോ നമ്മളെ ഓർക്കും, ദൈവം നമ്മളെ ഓർക്കും. ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രത്യേകത നമുക്കറിയാം. ആർക്കാണ് മധ്യസ്ഥം വഹിക്കാനുള്ള കൃപ? നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ, നമ്മൾ കുമ്പസാരമൊക്കെ സ്വീകരിച്ച്, വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് നമ്മൾ ഈശോയുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു സമയമുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുക. ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പാപത്തിൽ നിന്നുള്ള വിടവാങ്ങൽ. അതുകൊണ്ടാണ് പാപത്തെ നമ്മൾ വിട്ടുപേക്ഷിക്കണം. അതിനുശേഷം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. പലതരത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയുടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ മറിയം വളരെ ശാന്തമായിട്ടിരുന്ന് മധ്യസ്ഥം വഹിച്ച വ്യക്തിയാണ്. ഈശോയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ലോകത്തിന് വേണ്ടി, പാപികൾക്ക് വേണ്ടി എല്ലാം പരിശുദ്ധ മറിയം ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. ഇതുപോലെ അനേകർ നമുക്ക് മധ്യസ്ഥം വഹിക്കാൻ സാധിക്കും. നമ്മൾ ആദ്യമേ ഈശോയുമായിട്ടൊന്ന് ഐക്യപ്പെടുക. അതിലൂടെയാണ് മധ്യസ്ഥ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായത്തിൽ 21-ാം തിരുവചനത്തിൽ, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നു, കർത്തൃസന്നിധിയിൽ എത്തുന്നത് വരെ അവൻ സ്വസ്ഥനായിരിക്കുകയില്ല. ഈ വിനീതൻ്റെ പ്രാർത്ഥനയാണ് ദൈവസന്നിധിയിൽ കയറുക. ഈ വിനീതൻ എപ്പോഴാണ്? ദൈവവുമായിട്ട് ഐക്യപ്പെടുമ്പോഴാണ് അവിടെ വിനയത്തിൻ്റെ ആത്മാവ് വരിക, ശുദ്ധീകരിക്കപ്പെടുക, വിശുദ്ധീകരിക്കപ്പെടുക. അതുകൊണ്ടാണ് നമ്മൾ ഓരോ പ്രാർത്ഥനകളും ചെല്ലുമ്പോൾ ഈശോയുമായിട്ട് ഐക്യപ്പെട്ട് ഇരുന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം തിരുവചനത്തിൽ പറയാണ്, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കില്ലെന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. എപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാകുക? ദൈവവുമായി ഐക്യപ്പെടുമ്പോൾ. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്ന എപ്പോഴാണ്? നമ്മളെല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ
കർത്താവ് പറഞ്ഞ വാക്കുകൾ അനുസരിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറുക. ഇതിൽ പറയുകയാണ്, ദൈവത്തെ ആരാധിക്കുകയും അവിടുത്തെ ഇഷ്ടം അനുഷ്ഠിക്കുകയും അവിടുത്തെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥനയാണ് ദൈവം ശ്രവിക്കുക. അപ്പോൾ നമ്മൾ മധ്യസ്ഥം യാചിക്കുമ്പോൾ, കർത്താവുമായിട്ട് ഐക്യപ്പെട്ട് സ്നേഹത്തിൽ ആയ ശേഷം ഈശോയേ എന്ന് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ഹൃദയത്തിൽ നമ്മുടെ ശബ്ദം ശ്രവിക്കപ്പെടും. സങ്കീർത്തനം 51 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹൃദയം നുറുങ്ങിയവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. ഈ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് കർത്താവിനെ നമ്മൾ വിളിക്കുമ്പോൾ തീർച്ചയായും അവിടെ നമ്മളുടെ പ്രാർത്ഥന ശ്രവിക്കും, നമ്മളെ അനുഗ്രഹിക്കും. സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങൾ അവിടെ നമുക്കായിട്ട് തുറന്നു തരും. ദൈവത്തിൻ്റെ ദാനത്തെക്കുറിച്ച് പറയുകയാണ് റോമാക്കാർക്കെഴുതിയ ലേഖനം 8 അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനത്തിൽ, ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കപ്പെട്ടിരിക്കുന്നു. ശരീരത്തിൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധുവായത് ദൈവം ചെയ്തു. അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിനു വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ദൈവത്തിൻ്റെ ദാനം എന്താണ്? ഈശോയാണ് ദൈവത്തിൻ്റെ ദാനം. ഇതിൽ എന്താണ് പറയുക? അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു. ഈ ഈശോയെ നമുക്ക് ലഭിച്ചതാണ് ദൈവത്തിൻ്റെ ദാനം. ഈശോയാണ്, ദൈവപുത്രനെയാണ് അവിടുന്ന് നമുക്ക് നൽകപ്പെട്ടത്. അതുകൊണ്ടാണ് യോഹന്നാൻ 4:10 സമരിയാക്കാരിയോട് ഈശോ തന്നെ ചോദിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ, ആ ഈശോയെ അറിഞ്ഞിരുന്നു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. യോഹന്നാൻ സുവിശേഷം 4 അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്ര സ്റ്റെപ്പുകൾ കടന്ന് ചെന്നപ്പോഴാണ് ഈ സമരിയാക്കാരി സ്ത്രീക്ക് ദൈവപുത്രനെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ സ്ത്രീ പറയുന്നുണ്ട്, യഹൂദരും സമരിയാക്കാരും തമ്മിൽ ബന്ധമൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്ക് നിനക്ക് കുടിക്കാൻ സാധിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അത്രമാത്രം വിഭജനം ഉള്ള സ്ഥലമായിരുന്നു യഹൂദരും സമരിയാക്കാരും തമ്മിൽ. അതുപോലെ പല പല ബ്ലോക്കുകൾ അവരുടെ ഇടയിലുണ്ടായിരുന്നു. ഈശോയും നമ്മളുമായിട്ട് അടുക്കാനായിട്ട് ഒത്തിരിയേറെ തടസ്സങ്ങളുണ്ട്, പാപത്തിൻ്റെ കെട്ടുകളുണ്ട്, അതുപോലെ പല ബന്ധനങ്ങളുണ്ട്. ഇതെല്ലാം മാറ്റി വിശുദ്ധീകരിക്കപ്പെട്ട് വരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 1 തൊട്ട് 3 വരെയുള്ള തിരുവചനത്തിൽ, രക്ഷിക്കാൻ ആവാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാൻ ആവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിൻ്റെ അകൃത്യങ്ങളും പാപങ്ങളുമാണ് ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റപ്പെട്ടിരിക്കുക. നമ്മുടെ അകൃത്യങ്ങളും നമ്മുടെ പാപങ്ങളുമാണ് നമ്മളെയും ദൈവത്തെയും തമ്മിൽ അകറ്റപ്പെടുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ഈശോ നമുക്ക് വേണ്ടി ബലിയായി തീർന്നു. ഈശോയെ സ്വന്തമാക്കാനാണ് അവിടെ നമ്മളോട് ആവശ്യപ്പെടുക. ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. എന്തെന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡീക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8 അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അനേക കാര്യങ്ങൾ ഇതിൻ്റെ അകത്തൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്താണ് ജഡത്തിൻ്റെ പ്രവർത്തനം, എന്താണ് ആത്മാവിൻ്റെ രാജ്യം? രണ്ടും രണ്ട് ധ്രുവത്തിലാണ് നിൽക്കുക. ഒരു കുടുംബത്തിൽ തന്നെ 2 തരത്തിൽ ഉള്ളവർ ഉണ്ടായിരിക്കാം. നമ്മൾ അത് ഈശോയുടെ സ്നേഹത്തെ പ്രതി അഡ്ജസ്റ്റ് ചെയ്ത് വിശുദ്ധി പാലിച്ച് വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരെയും കൂടി ഈശോയിലേക്ക് ആനയിക്കപ്പെടുവാൻ സാധിക്കും. പക്ഷേ ഈ വിശുദ്ധീകരണത്തിന് വർഷങ്ങൾ എടുക്കും.
നാളുകൾ എടുക്കും. നമുക്കൊരിക്കലും കർത്താവിനോട് ഇത്ര സമയത്തിനുള്ളിൽ ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയില്ല. കാരണം കർത്താവിൻ്റെ വിശുദ്ധീകരണം എപ്പോഴാണോ പൂർത്തിയാക്കപ്പെടുക അതുവരെയും നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഈ കാത്തിരിപ്പ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഈ കാത്തിരിപ്പിലൂടെ നമ്മളെ ക്ഷമ എന്താണെന്ന് ദൈവം പഠിപ്പിക്കും. അനേകം വചനങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടു പോകും. ഇന്ന് നമുക്ക് സർവ്വശി വചനത്തെ ഓർത്ത് നന്ദി പറയാം. എങ്ങനെയാണ് നമ്മുടെ ചിന്തയിലെ അശുദ്ധിയും മാലിന്യങ്ങളും എല്ലാം വിട്ട് വിശുദ്ധിയിലേക്ക് നമുക്ക് വരാൻ സാധിക്കുക? പാപത്തെ ഏറ്റുപറയുന്നതിലൂടെ കർത്താവുമായിട്ട് നമ്മൾ ഐക്യപ്പെടുന്നു. ഈ ഐക്യത്തിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുക. ആ വിനയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്നോട് ആവശ്യപ്പെടുന്ന ആരെന്നും അറിയാൻ സാധിക്കുക. ആ ക്രൂശിതനായ ഈശോയെക്കുറിച്ച് യേശു ആരാണ്, യേശുവിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? നമ്മുടെ ഓരോരുത്തരെ ആത്മാവിനെ പാപത്തിൻ്റെ കെട്ടിൽ നിന്നും മോചിപ്പിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് അഥവാ നിത്യജീവനിലേക്ക് നയിക്കപ്പെടുന്നതായിരുന്നു ഈശോയുടെ ലക്ഷ്യം. അപ്പോൾ ആ ഈശോയ്ക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മേ മാതാവേ, ഈശോയുമായിട്ട് ഒന്നായി തീരുവാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ഈശോയെ അറിയുന്നതിനും അനുഭവിക്കുന്നതിനും അതിലൂടെ നിത്യജീവൻ അവകാശമാക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.